ഇംഗ്ലീഷിലെ ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ വളരെ ട്രിക്കിയാണ്. സെയിം സ്പെല്ലിംഗ് ആണെങ്കിലും ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ കൊണ്ട് ഡിഫറെൻറ്റ് മീനിങ് വരുന്ന ചില വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അങ്ങനെയുള്ള ചില വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ടു Abe Explains. ആദ്യത്തെ നമ്മുടെ വേർഡ് കോണ്ടന്റ് എന്നതാണ്. പലപ്പോഴും പലരും തെറ്റിച്ച് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വേർഡ് കൂടിയാണ് കോണ്ടന്റ്. ഫോർ എക്സാമ്പിൾ, the content of the chapter was to build moral values. ഈ സെന്റൻസിൽ കോണ്ടന്റ് എന്നതിന്റെ സ്പെല്ലിംഗ് CONTENT എന്നാണെങ്കിലും പ്രൊനൗൺസിയേഷൻ കോണ്ടന്റ് എന്നാണ്. അതിന്റെ മീനിങ് ആശയം എന്നതുമാണ്. ബട്ട് ഇൻ അതർ കേസസ് ഷീ ഹാഡ് ടു ബി കണ്ടന്റ് വിത്ത് ഫോർത്ത് പൊസിഷൻ. ഈ സെന്റൻസിൽ കണ്ടന്റ് എന്നതിന്റെ സ്പെല്ലിംഗ് സെയിം ആണെങ്കിലും അതിന്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് മാറിയിട്ടുണ്ട്, ഒപ്പം അതിന്റെ മീനിങ്ങും. ഇവിടെ മീനിങ് വരുന്നത് തൃപ്തിയാവുക അല്ലെങ്കിൽ ബീങ് സാറ്റിസ്ഫൈഡ് എന്നാണ്. ദ നെക്സ്റ്റ് വേർഡ് ഇസ് വൂണ്ട്. ഫോർ എക്സാമ്പിൾ, ഷീ ഗോട്ട് വൂണ്ടഡ്. ഇവിടെ വൂണ്ട് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് WOUND എന്നും പ്രൊനൗൺസിയേഷൻ വൂണ്ട് എന്നുമാണ്. ഇവിടെ മീനിങ് വരുന്നത് ഇഞ്ചുറി അല്ലെങ്കിൽ മുറിവെന്നാണ്. ബട്ട് ഇൻ അതർ കേസസ് ഹി വൗണ്ട് എ ക്ലോത്ത് അറൗണ്ട് ഹിസ് ഹാൻഡ്. ഈ സെന്റൻസിന്റെ മീനിങ് അവൻ അവന്റെ കയ്യിൽ ഒരു തുണി ചുറ്റി എന്നാണ്. സ്പെല്ലിംഗ് WOUND എന്നാണെങ്കിലും പ്രൊനൗൺസിയേഷൻ വൗണ്ട് എന്നാണ്. ഇവിടെ മീനിങ് വരുന്നത് ചുറ്റുക എന്നതാണ്. So for more such interesting content and videos, stay tuned at Abe Explains.